ഹായ് ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇന്ന് ഹിബൻ്റെ വീട്ടിൽ നോമ്പോറാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് ഇവിടെ നിന്ന് ഉമ്മനെയും പെങ്ങളെയൊക്കെ കൂട്ടിയിട്ട് അവളെ വീട്ടിലേക്ക് നോമ്പറക്കാൻ പോവാണ്. അപ്പോൾ ഇൻഷാ അല്ലാ അപ്പോൾ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ഹിബൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് നോമ്പറക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഞാൻ ഇപ്പോൾ വീട്ടിലുള്ളത് ഇപ്പോൾ ഉമ്മനെയും പെങ്ങളെ എല്ലാവരെയും കൂട്ടിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഈ എന്താ പറയുക ഉമ്മനെയും പെങ്ങളൊക്കെ മാറ്റി വരാൻ നല്ലോണം ടൈം എടുക്കുക. നോമ്പ് അതിനെക്കൊണ്ട് എന്താ പറയുക ഇപ്പം സാധാരണ നമ്മൾ കല്യാണത്തിന് പരിപാടിക്ക് പോകുന്നതല്ലല്ലോ, നോമ്പാകുമ്പോൾ ആ കറക്റ്റ് ടൈമിൽ അവിടെ എത്തണമല്ലോ. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് മാറ്റി വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഇതോ ഞാനിവിടെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇതാ നമ്മളെ കാറിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ. കാറ് ഞാൻ ഒരു 2-3 ദിവസം കവർ ഇട്ടില്ലെങ്കിൽ ഇതാണ് അവസ്ഥ. എന്ത് ചെയ്യാനാ, നമ്മളെ മാവിൻ്റെ മുകളിലെ കറേ മൊത്തം ഈ കാറിലേക്കാണ് വരാം. മാവാണെങ്കിൽ വെട്ടാൻ പറ്റില്ലല്ലോ, കുറേ മാങ്ങൊക്കെ ഉണ്ടാവുന്നുണ്ട്. കണ്ടോ, ഈ നോമ്പിൽ നമുക്ക് കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെട്ടാനും തോന്നുന്നില്ല. അടുത്ത പണിയും തീർന്നൊക്കെ ഉണ്ട്. കാരണം മാവിൻ്റെ വേര് അടിയിലൂടെ വന്നിട്ട് നമ്മളെ വീടിൻ്റെ ചെറിയ മതിലിങ്ങനെ പൊളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെട്ടണോ എന്താക്കുന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണാം. ആ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിതപ്പോൾ ഇങ്ങനെ ലേറ്റായി എന്താ പറയുക അവളെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. മറ്റേ പമ്പിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ട്, അതേമാതിരി തന്നെ കുറച്ച് ബ്ലോക്ക് പ്രതീക്ഷിക്കാണ്ട് കിട്ടി. അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക. ഞാനും ഉമ്മ ഇവിടെ ഉറങ്ങാൻ സൈഡിൽ. ബാക്കിൽ നമ്മളെ എൻ്റെ ഒരു അനിയത്തി ലണ്ടനിൽ നിന്ന് കോൾ ചെയ്തുകൊണ്ട് നിൽക്കുക. ഒരു ഹായ് പറയും, എന്നെ ഇതുവരെ കണ്ടിയില്ല. ആ എൻ്റെ പെങ്ങന്മാരോട് എല്ലാവരും ചോദിക്കലുണ്ട്. അപ്പോൾ എനിക്ക് 2 പെങ്ങന്മാരുള്ളത്. അതിലൊരു പെങ്ങൾ ലണ്ടനിലാണ്. ആ ലണ്ടനിലുള്ള പെങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് ഹായ് എന്ന്. ഓളെ വാവ, ഓളെ എമിൻ വാവ, ചെറിയ ബേബി. അപ്പോൾ 2 മാസമായില്ലേ നമ്മളെ ബേബിക്ക്? ഇപ്പോൾ 2 മാസമായി. അപ്പം അങ്ങനെ കാണ്. ലേറ്റ് ആയി ചിട്ടിയെ പോകാന്. ഞാൻ ഇവിടുന്ന് മറ്റേ കാരൊക്കെ വാങ്ങിച്ച് നോമ്പറന്ന് പോകാന്ന് വിചാരിക്കുക. ഇല്ലടി, എത്തി. അങ്ങനെ നമ്മളെ ആദ്യമായിട്ട് നമ്മളെ ചാനലിൽ നമ്മളെ പെങ്ങളെ കാണിക്കാണ്. എന്നാ പോയിക്കോ. ജ്യൂസ് അടിക്കാം. എന്താക്കാ ജ്യൂസ് അടി പരിപാടിയില്ല. എന്നെ പറ്റിച്ചതാ. എന്റെ പൊന്നു മോളെ, ഞാൻ ബാങ്ക് കൊടുക്കാനുമായി അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നിർത്തി വാങ്ങിച്ചോണ്ടെന്നാ. അച്ഛണ്ടാക്കി നീ പണിയെടുക്കുന്നവർ ആക്ട് ചെയ്യുന്നത് കാണിച്ചെടുക്ക. നീ പണിയെടുക്കുന്നവർ ആക്ട് ചെയ്യുന്ന ഞാൻ കേട്ടില്ല എന്നെ ഈ പ്രശ്നം. പറ്റിച്ചല്ലേ എന്താ കിഡ്നി മാരിയാക്കി 2 സൈഡില്. ടേബിള് ഫുള്ള് സെറ്റ് ചെയ്യുന്ന ഇപ്പൊ ഫുള്ള് എന്താ ആക്ട് ചെയ്യാ എന്താ സ്പെഷ്യൽ സാധനങ്ങളൊന്നും കാണിച്ചില്ല. എന്താണ് സ്പെഷ്യൽ സാധനം? ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞാൽ എന്താ ഇതിന്റെ കാണിക്കില്ല സാധനം കാണില്ല. അതാ കൊറേ ഐറ്റംസ് ഉണ്ട്. കുറച്ച് ഐറ്റംസ് ഉള്ളു, കുറച്ച് ആൾക്കാരേ ഉള്ളു. ഓൺലി ഫ്യൂ പീപ്പിൾസ്. എന്നെ പറ്റിച്ച് ഗൈസ്. ഞാൻ നോമ്പറക്ക് ഞാനൊരു സാധനം ആഗ്രഹിച്ച് ഫസ്റ്റ് തന്നെ എടുത്ത്. പക്ഷെ എന്താ പറയാ, എന്നെ പറ്റിച്ച് ഗൈസ്. അതിന് എന്താ പറയാ, ഡയറക്റ്റ് എന്താ പറയാ, ഇൻഡയറക്റ്റ് അല്ല, നീ കരുതി കൂട്ടി ചെയ്തതാ. എന്നെ പറ്റിക്കാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്തതാ അല്ലേ? പറയ്, ആ സത്യം എന്നെ വെളിപ്പെടുത്ത്. എന്താണ് നിങ്ങൾ പറയുന്നത്? ഇവളൊരു വെറൈറ്റി ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള ചീസിന്റെ നഗേറ്റ്സ്. അതേമാതിരി അതേ ഷേപ്പിൽ ഉണ്ടാക്കി വെറൈറ്റി സാധനങ്ങളല്ലേ നമ്മളിങ്ങനെ ട്രൈ ചെയ്യണ്ടേ. അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടാവും. അപ്പൊ നിങ്ങൾ അടുത്ത പ്രാവശ്യം പറയാം ഐറ്റം ഉണ്ടാക്കണോ. പക്ഷെ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എപ്പോഴും മറ്റേ തട്ട് ഒന്ന് താന്ന് പൊന്തിക്കും. നമുക്ക് പിന്നെ ഉണ്ടാക്കാം, അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം. നമുക്ക് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം. അതിനെ ഞെട്ടിക്കയിപ്പാ മാത്രമേ ഉള്ളൂ.
തൊട്ടില് കെട്ടുന്നതിന് അപ്പം നമ്മുടെ നോമ്പ് തുറക്ക് കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് എല്ലാവരും ഒരു സ്ഥലത്ത് ഉമ്മയും അവിടെ ഇരിക്കുന്ന, ഒരു സ്ഥലത്ത് ഇപ്പം ഇരിക്കുന്ന, ബാക്കി എല്ലാവരും കഴിച്ചു പോയി അല്ലേ? ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പം ഇരിക്കുന്നത്. ടയേർഡായി, അടിച്ചു മാറി ടയേർഡായി ഇരിക്കുകയാണ്. ആണോ? സംസാരിക്കാൻ പറ്റുന്നില്ല. എന്താ പറയുക, കണ്ടോ ഈ പത്തിരി നിങ്ങളെ നാട്ടിലുണ്ടോ എനിക്ക് അറിയില്ല. ഇതിനെന്തേ പറയുമ്പോ ടയർ പത്തിരി ഇല്ലല്ലോ. ടയറല്ല, ടയർ അവിടെ ആർക്ക് തിന്നാൻ പറ്റാത്തതും കൊണ്ട് ടയറിന്റെ മിനി ആക്കി. പിന്നെ ഇത് പൊരിച്ച പത്തിരിയാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് നല്ല, പിന്നെ ബീഫ് ഫ്രൈ, ചെമ്മീൻ. ഉമ്മക്ക് ചെമ്മീൻ അലർജി ആണ്. ഉമ്മ വീട്ടിലല്ലേ അമ്മ? ചെമ്മീൻ ചോറിയും നമുക്ക് പേരൊക്കെ ഇങ്ങനെ നേരത്തെ പേരൊക്കെ ഒന്ന് ഞാൻ കണ്ടിരുന്നു, തള്ളി മാറ്റാ. പിന്നെ ചെമ്മീൻ ഫ്രൈ, ചിക്കൻ കറി, അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട്. ഒക്കെ കഴിഞ്ഞ് എന്താ പറയുക, അവസാനത്തെ ചായയും കുടിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. ഇനി നമ്മളിപ്പം ഇനി പോലെ കൊണ്ടുപോയി വീട്ടിലാക്കണം. കണ്ടോ കുഴങ്ങി. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മുടെ ഇവൻ്റെ വീട്ടിലെ നോമ്പർ അങ്ങനെ കഴിഞ്ഞ്. ഉമ്മൻ്റെ കുളി പഠിച്ചില്ലല്ലോ, ഓർക്കില്ല. അപ്പം അങ്ങനെ കാണാം. പോയിട്ടെ വരില്ല. പോയി വരലാണ് ടാസ്കാ. നാളെ വെള്ളമൊക്കെ ഫുള്ളായി മോളെ. കുമ്പാണിക്ക് എന്റെ പൂവാണ്. എന്റെ സ്പെഷ്യൽ എന്താ ഇഷ്ടായോ? നോമ്പറൊക്കെ ഉഷാറായി, നല്ല നല്ല ഫുഡ് കഴിച്ച് അടിപൊളിയായിരുന്നു. എന്റെ സ്പെഷ്യൽ ഇഷ്ടായോ? എന്റെ ഉമ്മ ഉണ്ടാക്കിയല്ലേ, ഇനി ഏതാ ഉണ്ടാക്കി? എന്റെ സ്പെഷ്യൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ സ്പെഷ്യൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാ വെച്ചാൽ ചെമ്മീൻ ഫ്രൈയും ബീഫ് ഫ്രൈയും, പിന്നെ മറ്റേ സാധനല്ലേ ഏത് നമ്മളെ ഇതിന്റെ പറ്റിയ സാധനം സമൂസ നൈസ് ആയിരുന്നു. അപ്പൊ എന്തായാലും പോയരാം. ഓക്കെ ബൈ. നോമ്പർ അടിപൊളിയായി. ഓക്കെ ബൈ. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ എന്താ പറയുക നോമ്പ് തുറക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇമ്മനെയും എൻ്റെ അനിയത്തിനെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അൽഹംദുലില്ലാ എല്ലാവരും കൂടി കൂടിയപ്പോൾ ഒരു സന്തോഷമായിരുന്നു. എൻ്റെ ഉപ്പക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു, പെങ്ങന്മാരുണ്ടായിരുന്നു, പിന്നെ അവിടെ ഇവൻ്റെ ഉപ്പയും ഉമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി എന്താ പറയുക ഒത്തൊരുമിച്ചൊരു നോമ്പ് തുറന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്ന് എന്താ പറയുക കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് നമ്മളെന്താ പറയുക എല്ലാവരും കൂടുമ്പോൾ ഒരു പ്രത്യേക രസമാണെന്നല്ല നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി ഹിബൻ്റെ ഫാമിലിയൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്താ പറയുക നല്ല റാഹത്തായി കഴിഞ്ഞ് നല്ല ഫുഡായിരുന്നു. രാത്രി കഴിയുമ്പോഴേക്ക് ഞാൻ എന്താ പറയുക നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടില്ല, ലാസ്റ്റ് ഫുഡ് മണി കടിച്ചപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ഫുള്ളായിട്ടുണ്ട്. എന്താ പറയുക നല്ല 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 ടേസ്റ്റ് ഉണ്ടാക്കട്ടെ. ഇപ്പം എൻ്റെ അമ്മ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാക്കും, നല്ല നല്ല സ്നാക്സ്, അതേമാതിരി തന്നെ കറികൾ, ഓരോരോ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവൻ്റെ അമ്മ എപ്പോഴും ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. അപ്പോൾ ഇവ ഉണ്ടാക്കും. ഇവൻ്റെ കുറേ സ്പെഷ്യൽ ഉണ്ടായിരുന്നു, ഇവൻ്റെ കുറേ സ്പെഷ്യൽ എന്താ പറയുക കടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിപൊളി തന്നെയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക ഇപ്പം നോമ്പ് തുറക്ക് കഴിഞ്ഞ് ഇപ്പോൾ റാഹത്തായിട്ട് ഇപ്പോൾ വീട്ടിലെത്തി. ഇൻഷാ അല്ലാഹ് എല്ലാം നല്ല രീതിയിൽ പോകുന്നു. എന്താ പറയുക എനിക്ക് പിന്നെ ഞാൻ നോമ്പ് 20 ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവൻ്റെ വീട്ടിൽ പോയി നോമ്പ് തുറക്കലുണ്ട്, വേറെ കാര്യം. പക്ഷേ എന്താ പറയുക ഫാമിലി ആയിട്ട് പോകുന്നത് ഈ നോമ്പിന് എൻ്റെ പെങ്ങളും വന്ന് കിട്ടുന്നുണ്ട് 3 വർഷം അങ്ങോട്ട്. ഉമ്മയും ഞാനും ഒരു നോമ്പറായിട്ട് പോകുന്നത് ഇന്നാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. എന്താ പറയുക ഇതൊക്കെ ആയിരുന്നു നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ, നമ്മളെ നോമ്പ് തറ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള വ്ളോഗൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ ലൈനിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.